പ്രിയ കുട്ടികൾക്ക് VHSC വിഭാഗം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഇൻസ്റ്റലേഷൻ സ്പ്ലിറ്റേഴ്സിയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ സ്പ്ലിറ്റേഴ്സി നമ്മൾ സ്ഥാപിച്ച് വെച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിയുമ്പോൾ ചില കംപ്ലൈന്റുകളൊക്കെ പ്രവർത്തനത്തിനിടയിൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഏതാനും ചില ഫാൾട്ടുകളും അല്ലെങ്കിൽ പ്രോബ്ലംസും അതിന്റെ പരിഹാരങ്ങൾ റെമഡീസും കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ പറയണം. അപ്പോൾ നിലവിൽ നമുക്ക് ഫാൾട്ട് ആൻഡ് റെമഡീസ് ഒന്ന് പരിഹരിക്കാം. മേജറായിട്ട് നമുക്ക് കണ്ടുവരുന്ന കംപ്ലൈന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് AC ഓൺ ആവുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് സൗണ്ട് ഒക്കെ കേൾക്കാൻ വേണ്ടി ഓൺ ആകുമ്പോൾ കംപ്രസർ ഓൺ ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോഴേ കംപ്രസർ ഓൺ ആവുള്ളൂ. അവരങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കമ്പനി. അങ്ങനെ നമുക്ക് കംപ്രസറൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. നോ കൂളിംഗ്. അപ്പൊ തണുപ്പില്ല. അതൊരു നമ്മുടെ AC വെച്ചിരിക്കുന്നത് തണുത്ത എയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തണുപ്പില്ല എന്നുള്ള ഒരു പരാതി വരുമ്പോൾ നിങ്ങളൊരു ടെക്നീഷ്യനായിട്ട് ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം ഫിൽട്ടർ. നിങ്ങൾ ആദ്യമേ തന്നെ ഇതിന്റെ ഫിൽട്ടർ, അതായത് ഇൻഡോർ യൂണിറ്റിനകത്ത് അകത്തേക്ക് എയർ വലിച്ചെടുക്കുന്ന ഭാഗത്ത്, അതായത് ഫിക്സഡ് ബ്ലോവേഴ്സ് ഇരിക്കുന്ന AC-യുടെ ഏതാണ്ട് മുകൾ ഭാഗം, പൂർണ്ണമായിട്ടും മുകളിലല്ല, എന്നാലും മുകൾ ഭാഗത്തായിട്ടാണ് പെർമനന്റ് ലോവേഴ്സ് ഉള്ളത്. അതിന് ചേർന്ന് തന്നെയാണ് നമ്മൾ ഫിൽറ്ററുകൾ, 2 ഫിൽറ്ററുകൾ വെച്ചിട്ടുണ്ടാവും, ഒരേപോലത്തെ 2 ഫിൽറ്റർ. അപ്പൊ നിങ്ങൾ അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഈ ഫിൽറ്ററുകൾ കാലക്രമേണ പ്രവർത്തിച്ച് എയർ അകത്തേക്ക് സക്ക് ചെയ്തെടുക്കുമ്പോൾ ഫിൽറ്റർ ചെയ്ത് ഡസ്റ്റ് പൊടി കാരണം ഇത് ബ്ലോക്ക് ആയി പോകുന്നതാണ്. അപ്പൊ അങ്ങനെ എയർ അകത്തേക്ക് ചെല്ലുന്നത് വളരെ കുറവാണ്. അങ്ങനെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൂളിങ് ഇതിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എയർ കിട്ടാതെ കൂൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഫിൽട്ടർ ചെക്ക് ചെയ്യുക. അതിനുശേഷം അത് ക്ലീൻ ചെയ്യുക. അത് പൊടി പിടിച്ചിരിക്കുകയായിരിക്കും, 100% ഉറപ്പാണ്. അത് നിങ്ങൾ ക്ലീൻ ചെയ്യുക. അത് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നൈസ് ആയിട്ടുള്ള ഫിൽറ്ററാണ്. ആ ഫിൽറ്റർ വളരെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് കംപ്ലൈന്റ് ആവും. നമ്മൾ പുതിയത് വേറെ മേടിച്ച് വെക്കേണ്ടി വരും. അപ്പൊ അത് കൂടാതെ നമ്മൾ അതിനു വേണ്ടി ഈ നോർമലായിട്ട് നിങ്ങൾ ഈ ഓർജനറ്റിക്കൊക്കെ ചെല്ലുമ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാനത് പറയുവാണ്, നിങ്ങൾ ഈ പെയിന്റിംഗ് ബ്രഷ്, പഴയ ബ്രഷൊക്കെ ഉണ്ടാവും, അത്തരം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ അത് തൂത്ത് കളഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൊടി പോകാൻ പറ്റും. അതിനുശേഷം അത് വെള്ളത്തിൽ കഴുകിയെടുക്കാം. കാരണം അത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഈ ഫിൽറ്റർ. വെള്ളത്തിൽ കഴുകിയെടുക്കും. വെള്ളത്തിൽ നല്ലപോലെ ഫോഴ്സുള്ള വെള്ളത്തിൽ പൈപ്പിന് ചൂണ്ടി കാണിച്ചിട്ട് കഴുകിയെടുത്ത് തുടച്ചാൽ നമ്മൾ വെക്കുക. അതിനുശേഷം AC ഓൺ ചെയ്ത് നോക്കുക. ചിലപ്പോൾ 90% കംപ്ലൈന്റുകൾ മാറും. ഇനി അതല്ലെങ്കിൽ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള കൂളിംഗ് പ്രോബ്ലത്തിന് വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൂളിംഗ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ചെക്ക് ചെയ്തു, ക്ലീൻ ചെയ്തു. രണ്ടാമതായിട്ട് നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യം, ഇവാപറേറ്റർ കോയിലിന് ചുറ്റും ഐസ് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ ഡ്രെയിൻ പൈപ്പ് എന്തെങ്കിലും പ്രോബ്ലം വന്ന് ബ്ലോക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഐസ് ഫോർമേഷൻ പ്രോപ്പറായിട്ട് ഡീഫ്രോസ്റ്റിംഗ് നടന്നില്ലെങ്കിൽ ഐസ് കണ്ടമാനം ബ്ലോക്കാവും ഇവാപറേറ്റർ കോയിൽ. അങ്ങനെ ഐസ് ഫോർമേഷൻ ഉണ്ടായാൽ, ഐസ് അക്യുമുലേഷൻ ഉണ്ടായാൽ നമുക്ക് പ്രോപ്പറായ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല, എയർ കൂളിംഗ് സംവിധാനം ഫെയിൽ ആവും. അപ്പൊ അത് നിങ്ങൾ ഇവാപറേറ്റർ കോയിലിൽ ചെക്ക് ചെയ്യുക, ഐസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ഡീഫ്രോസ്റ്റ് ചെയ്ത് കളയാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. അതിനുശേഷവും നിങ്ങളുടെ AC കൂളിംഗ് തരുന്നില്ല എങ്കിൽ നിങ്ങൾ ലീക്കേജ് ടെസ്റ്റിലോട്ട് പോകണം. മൂന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ആദ്യത്തെ 2 ചെക്ക് ചെയ്തതിന് ശേഷം എന്നിട്ടും പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ മൂന്നാമത് നിങ്ങൾ തണുപ്പില്ലാത്തതിന് ചെക്ക് ചെയ്യേണ്ടത് ലീക്കേജ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ലീക്കേജ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്
കോമ്പൗണ്ട് ഗേജ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ആ ഗേജ് ഉപയോഗിച്ച് ഇതിനകത്തുള്ള റെഫ്രിജറന്റിന്റെ പ്രഷർ, അതായത് വർക്കിംഗ് പ്രഷർ ചെക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ റെഫ്രിജറന്റിനും ഇതിനകത്ത് ഏത് റെഫ്രിജറന്റ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ എല്ലാം പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കമ്പനിയും ഓരോ സിസ്റ്റത്തിനകത്ത് ഓരോ റെഫ്രിജറന്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ R22 ഉപയോഗിക്കുന്നുണ്ടാവും, R32 ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പോൾ R401 എന്ന് പറഞ്ഞ റെഫ്രിജറന്റ് ഉപയോഗിക്കുന്നുണ്ട്, R136 136A, ഇങ്ങനെ നിരവധി റെഫ്രിജറന്റുകൾ ഉപയോഗത്തിലുണ്ട്. അതിന് ഓരോന്നിനും ഓരോ വർക്കിംഗ് പ്രഷറായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റെഫ്രിജറന്റ് ഏതാണെന്ന് ആ സിസ്റ്റത്തിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ R22 ആണെങ്കിൽ 70 PSI ആണ് അതിന് വേണ്ടുന്ന വർക്കിംഗ് പ്രഷർ. ആ പ്രഷർ ഉണ്ടോ എന്ന് നോക്കാം. അത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിന് എവിടെയോ ലീക്ക് ഉണ്ട്. അങ്ങനെ R32-നാണെങ്കിൽ അത് 140ഓളമാണ് പ്രഷർ. R401-നാണെങ്കിൽ 120 ആണ് ഇതിന്റെ പ്രഷർ. അങ്ങനെ ഓരോന്നിനും ഡിഫറൻ്റ് ആണ്. ആ പ്രഷർ ചെക്ക് ചെയ്തിട്ട് അത് കണ്ടമാനം കുറവാണെങ്കിൽ, വളരെയധികം കുറവാണെങ്കിൽ എവിടെയോ ലീക്ക് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇനി ഓരോ പൈപ്പിലേക്കും അത് ഓരോ എക്യുപ്മെന്റിലേക്കും, ഇപ്പൊ കംപ്രസറിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ ഇൻലെറ്റ് ഉണ്ട്, അതിന്റെ ഔട്ട്ലെറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ മൊത്തം പൈപ്പ് ലൈനും ചെക്ക് ചെയ്ത് ഓരോ ഇൻലെറ്റും ഔട്ട്ലെറ്റും എല്ലാം ചെക്ക് ചെയ്ത് ഇത് എവിടെയാണ് ലീക്ക്. ഈ ലീക്ക് ടെസ്റ്റ് നിങ്ങളെ റെഫ്രിജറന്റ് പഠിപ്പിച്ച കൂട്ടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒത്തിരി സമയം വേണം. അപ്പൊ ആ ലീക്ക് ടെസ്റ്റ് നിങ്ങൾ നടത്തണം. സാധാരണയായി സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ബബിൾസ് വരുന്നതാണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ ലീക്ക് കണ്ടുപിടിച്ച് ആ ലീക്ക് ഉണ്ടെങ്കിൽ ആ ലീക്ക് പരിഹരിക്കാം. അപ്പോൾ കൂളിംഗ് പ്രോബ്ലം എന്ന ഇഷ്യൂടെ പരിഹരിക്കപ്പെടും. അടുത്തതായി സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ള ഒരു കോമൺ കംപ്ലൈന്റ് ആണ് ഫൗൾ സ്മെൽ. ഇൻഡോർ യൂണിറ്റിൽ നിന്നും പ്രവർത്തിച്ച് കുറെ കഴിയുമ്പോൾ ഒരു വളരെ ഫൗളായിട്ട് വളരെ മോശപ്പെട്ട ഒരു മണം വരും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം AC വെച്ചിരിക്കുന്ന മുറി എപ്പോഴും അടഞ്ഞ മുറിയായിരിക്കും. കാരണം പുറത്തുനിന്നുള്ള ഹോട്ട് എയർ മിക്സ് ചെയ്യാൻ നമ്മൾ അലോ ചെയ്യാറില്ല. സോ ആ അടഞ്ഞ മുറിക്കകത്ത് ഒരു ചെറിയ സ്മെല്ലിന്റെ വ്യത്യാസം വന്നാൽ പോലും അതിനുള്ളിലുള്ളവർക്ക്, ഉള്ളിലിരിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഫൗൾ സ്മെല്ല് ഉണ്ടാവാനുള്ള കാരണം ഡ്രെയിൻ പൈപ്പ് ബ്ലോക്കായി ആ വെള്ളം അവിടെ കെട്ടിക്കിടന്ന് അതിനകത്ത് ബാക്ടീരിയ ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന സ്മെല്ലാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഡ്രെയിൻ പൈപ്പ് ചെക്ക് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ജീവികൾ കയറി കൂടി അത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും, വെള്ളം പുറത്തോട്ട് പോകുന്നുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് പരിഹരിക്കുക, അത് മാറ്റുക. അത് ആണ് ഫൗൾ സ്മെല്ലിന്റെ ഒരു പ്രശ്നം. അത് പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു. അത് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ഡ്രെയിൻ പൈപ്പ് ബ്ലോക്ക് ആണെങ്കിൽ ഫൗൾ സ്മെല്ല് വന്നു തുടങ്ങി കഴിഞ്ഞാൽ കുറേശ്ശെ ഇൻഡോർ യൂണിറ്റിൽ വെള്ളം വീഴുന്നു. പലരും പറഞ്ഞു കേൾക്കാറുള്ളതാണ്, ഇൻഡോർ യൂണിറ്റ് ഇരിക്കുന്നതിന് താഴെ തുള്ളിയായിട്ട് വെള്ളം വീഴുന്നു. അപ്പോൾ അതൊരു വലിയ അസ്വസ്ഥതയാണ്. അപ്പൊ ആ പ്രശ്നം ഈ സെയിം പ്രോബ്ലം കൊണ്ട് തന്നെയാണ് ഡ്രെയിൻ പൈപ്പ് ബ്ലോക്ക് ആകുന്നത് കൊണ്ടാണ് ആ പ്രശ്നവും ഉണ്ടാകുന്നത്. അപ്പൊ അത് നമ്മൾ നീക്കം ചെയ്യുന്നതോടുകൂടി ഈ രണ്ട് പ്രശ്നവും പരിഹരിക്കപ്പെടും. അടുത്തത് ഒരു മേജർ പ്രശ്നമാണ്. നിങ്ങൾ അവർ പറയുന്നത് AC ഓൺ ആവുന്നില്ല. AC നിങ്ങൾ സ്വിച്ച് അതിന്റെ പവർ പ്ലഗ് ഒക്കെ ഓൺ ചെയ്തു, റിമോട്ടിലും അതിന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്തു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്റ്റാർട്ടിങ്. അതൊരു മേജർ പ്രശ്നമാണ്. നിങ്ങൾ വെച്ചിട്ട് സാധനം പ്രവർത്തിക്കുന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, കംപ്രസർ വർക്ക് ചെയ്യുന്നത്, കംപ്രസർ സ്റ്റാർട്ട് ആകുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ കംപ്രസറിന്റെ കംപ്ലൈന്റ് ആണ്. ആദ്യം അതിന്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുക. ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒക്കെ പ്രോപ്പർ ആണ്, ഒന്നും ബേൺ ഔട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്തത് നിങ്ങൾ അതിന്റെ റിലേ ചെക്ക് ചെയ്യുക. ഈ റിലേ ചെക്ക് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ആ റിലേയും കംപ്ലൈന്റ് ആണെങ്കിൽ മാറ്റി കളയാം. അതുപോലെ OLP അവിടെ തന്നെയുണ്ട്, OLP ചെക്ക് ചെയ്തുള്ള. അതിനുശേഷം അതും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഈ കംപ്രസർ വർക്ക് ചെയ്യാത്തതിന് കാരണം PCB, അതായത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറഞ്ഞ് ഇവന്റെ മൊത്തത്തിൽ ഇതിന്റെ തലച്ചോറ് എന്ന് പറയുന്ന സാധനം ഈ ബോർഡാണ് AC. അതായത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഈ PCB ആണ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. അതിന് 5000, 6000 പല കമ്പനികളും പല റേഞ്ചിലാണ്. ആ ബോർഡിനകത്ത് ഒരുപാട് ചെറിയ IC-കളും ചെറിയ പല ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അതിലുണ്ട് ആ ബോർഡിൽ. അതെല്ലാം പ്രിന്റ്
ഇതിനകത്ത് വെച്ചിരിക്കുന്നതാണ് ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ആ ബോർഡ് കംപ്ലൈന്റ് ആയിട്ട് അത് പ്രോപ്പർ സിഗ്നൽ അല്ലെങ്കിൽ ഈ കംപ്രസറിലേക്ക് അതിന്റെ കറണ്ട് കൊടുക്കുന്നില്ല. അതിന് നമുക്കത് നിസ്സാരമായി പരിഹരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ PCB മാറി വെക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അത് നമ്മൾ ഓർഡർ ചെയ്യുക, ഓർഡർ ചെയ്ത് വരുത്തി അത് മാറി കൊടുക്കുക. അപ്പോൾ ആ പ്രശ്നവും പരിഹരിക്കുന്നു. അടുത്ത പ്രശ്നം സാധാരണഗതിയിൽ കേൾക്കാറുള്ള ഒരു പ്രോബ്ലമാണ്. ഇൻഡോർ യൂണിറ്റ് പ്രവർത്തിക്കുമ്പോൾ വളരെയധികം സൗണ്ട് അതിൽ നിന്നും കേൾക്കുന്നു, വളരെയധികം സൗണ്ട് കേൾക്കുന്നു. നേരത്തെ നോർമൽ വർക്കിംഗ് ആയിരുന്നു, ഇപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ കംപ്ലൈന്റ് കേൾക്കുന്നു. അങ്ങനെയാണ് നമ്മളോട് ഒരു കംപ്ലൈന്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിനകത്ത് ഇൻഡോർ യൂണിറ്റിനകത്ത് ഒരേ ഒരു മൂവിംഗ് പാർട്ടേ ഉള്ളൂ, അത് ബ്ലവറാണ്. ആ ബ്ലവർ അതിന്റെ സ്ക്രൂ വെച്ചിട്ടാണ് അത് അതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അലൈൻമെന്റ് കാലക്രമേണ സ്ക്രൂ പോയിട്ടോ അല്ലെങ്കിൽ അതിന്റെ അലൈൻമെന്റിനകത്ത് വ്യത്യാസം വന്നിട്ട് ഇത് അവിടെ ഇവിടെ തട്ടുന്ന സൗണ്ടാണ്, അതിന്റെ ബ്ലേഡ് തട്ടുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അത് നമുക്ക് മുന്നോട്ട് പോയാൽ അതിന്റെ കംപ്ലൈന്റ് ഉണ്ടായി അത് നിശ്ചലമാവും, ഇത് പ്രവർത്തിക്കാറില്ല. അപ്പൊ അങ്ങനെ സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്ലവറിന്റെ ഡിസ്ലൊക്കേഷൻ ആണ് ഐഡന്റിഫൈ ചെയ്യുക, അപ്പൊ തന്നെ അത് പരിഹരിച്ച് കൊടുക്കുക. അപ്പോൾ ആ സൗണ്ടിന്റെ പ്രശ്നം മാറും. അടുത്തത് സ്ട്രിംഗ് മെക്കാനിസം നോട്ട് വർക്കിംഗ്. അതായത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞതുമാണ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതിന്റെ ഫ്രണ്ടില് അഡ്ജസ്റ്റബിൾ ലോവേഴ്സ് ഉണ്ട്, മൂവിംഗ് ലോവേഴ്സ്. ആ ലോവേഴ്സിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലോവർ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ലോവർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് മൂവ് ചെയ്യുന്നത് ഒരു ചെറിയ മോട്ടോർ ഉപയോഗിച്ചാണ്, കുഞ്ഞി മോട്ടോർ. ആ മോട്ടോർ ഉപയോഗിച്ച് അത് സ്വിങ് ചെയ്യും. അപ്പൊ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ എയറിന്റെ ഫ്ലോ ഉണ്ടാവും. മുറിയുടെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ, മുകളിലോട്ടും താഴോട്ടും എയർ ഫ്ലോ ഉണ്ടാവും. ആ മോഷൻ നടക്കുന്നില്ല. അത് റിമോട്ടിലാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത്. ഓൺ ചെയ്താലും അത് പ്രവർത്തിക്കുന്നില്ല, അതിങ്ങനെ ഒരിടത്തോട് തന്നെ നിശ്ചലമായി നിൽക്കും. അപ്പം ഉള്ളൊരു പ്രശ്നം അവിടോട്ട് മാത്രമേ ഈ തണുത്ത എയർ ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്നാൽ നിങ്ങൾ ആദ്യമേ തന്നെ ആ മെക്കാനിസം പ്രവർത്തിപ്പിക്കുന്ന മോട്ടോർ ചെക്ക് ചെയ്യുക. ആ മോട്ടറിന്റെ കംപ്ലൈന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ആ മോട്ടോർ റീപ്ലേസ് ചെയ്യുക, കുഞ്ഞി മോട്ടറാണ് റീപ്ലേസ് ചെയ്യുക. ഇനി അതിന് പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ അവിടെ പ്രശ്നക്കാരൻ നമ്മുടെ PCB ആണ്, നമ്മുടെ തലച്ചോറാണ്. ആ PCB ഇങ്ങോട്ട് സിഗ്നൽസ് കൊടുക്കുന്നില്ല, ഈ മോട്ടറിന് വർക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നില്ല. അത് PCB കംപ്ലൈന്റ് ആണ്. അപ്പോൾ PCB മാറണമെങ്കിൽ അവർക്ക് ആവശ്യപ്പെട്ടാൽ മാറി കൊടുക്കാം. പക്ഷെ ഇത് സ്വിങ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു മൈനർ കംപ്ലൈന്റ് ഉള്ളു. അവിടെ സിസ്റ്റം എല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആണ്. പക്ഷെ ഈ PCB മാത്രം വർക്ക് ചെയ്യാല്ല, സോറി, ഈ ഇതിലോട്ടുള്ള സിഗ്നൽ മാത്രമേ ചെല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് മാറണ്ടെങ്കിൽ മാറണ്ട, നീ മാറിയേ പറ്റുമെന്ന് അവർ പറഞ്ഞാൽ കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് PCB മാറി കൊടുക്കുന്നുണ്ട്, ആ പ്രശ്നവും പരിഹരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ മേജർ കംപ്ലൈന്റുകൾ ഇത്രയൊക്കെ സാധാരണ വരാറുള്ളൂ. ആ കംപ്ലൈന്റുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങളുടെ അടുത്തുള്ളവരോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ പറയുവാണ് AC വാങ്ങാൻ, ഒന്ന് കൂടെ വരണം. AC വാങ്ങാൻ ഞാൻ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് കൊടുക്കുക. അതായത് ടിപ്സ് ഫോർ ബൈയിങ് സ്പ്ലിറ്റ് AC. ഒരു AC വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തേതും മേജറായിട്ടുള്ളതുമായത് ഇതിന്റെ കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ മുറിയുടെ വലുപ്പത്തിനനുസരിച്ച് ടണ്ണേജ് ഉള്ള AC വാങ്ങണം. അതായത് നമ്മളൊരു കോമൺ ഇതിൽ പറഞ്ഞാൽ 150 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു മുറിയാണെങ്കിൽ 1 ടണ്ണും 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനും അതിൻ്റെ മുകളിലോട്ട് നമ്മൾ 1.75 സ്ക്വയർ ഫീറ്റ് ഉള്ളെങ്കിൽ നമ്മൾ 0.75 മുക്കാൽ PR AC-മാണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ 200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഒരു മുറിയാണെങ്കിൽ നിങ്ങൾ 1.5 ടണ്ണിന്റെ AC തന്നെ പ്രിഫർ ചെയ്യണം. കാരണം ഈ കപ്പാസിറ്റി കുറഞ്ഞ AC വലിയൊരു മുറിയിൽ വെച്ചാൽ നമുക്ക് കംഫോർട്ട് അവിടെ കിട്ടത്തില്ല, അവിടെ പ്രോപ്പറായിട്ട് കൂൾ ചെയ്യാൻ അതിന് പറ്റത്തില്ല.
ഇനിയിപ്പോൾ ഒരു ചെറിയ സ്ക്വയർ ഫീറ്റ് മുറിയിലേക്ക് നിങ്ങൾ 1.5 ടണ്ണിന് ഒരു AC മേടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്, അതിന്റെ പ്രവർത്തന ചെലവും വളരെ കൂടുതലാണ്. ഇത് വാങ്ങി വെക്കാനുള്ള കാശ് കൂടുതലാണ്, അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനത്തിലുടനീളം നിങ്ങൾക്ക് കൂടുതൽ കറണ്ട് വേണം. അപ്പോൾ കറക്റ്റ് കപ്പാസിറ്റിയിലുള്ള AC വാങ്ങിച്ചു വെക്കണം. അതാണ് ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. സ്പ്ലിറ്റ് AC ഈ കൃത്യമായ ആ കപ്പാസിറ്റി, ആ ടണ്ണേജ് തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജ് എത്രയാണ് എന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ വാറണ്ടി എത്ര വർഷം, വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി എത്ര വർഷം വാറണ്ടി കമ്പനി നൽകുന്നുണ്ട്. ഇതിന് ഗ്യാരണ്ടി ആയിട്ടും വാറണ്ടി ആയിട്ടും രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമാണ് ഓരോ കമ്പനികളും കൊടുക്കുന്നത്. പരമാവധി വാറണ്ടിയുള്ള സിസ്റ്റം വാങ്ങിച്ചു വെക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടായാൽ കമ്പനി നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് നന്നാക്കി തരും, ഈശ്വരൻ കാശ് കൊടുക്കും നമ്മൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാറണ്ടി ഗ്യാരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഫ്റ്റർ സെയിൽ സർവീസ്. അതായത് നിങ്ങൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി, നിങ്ങൾക്കറിയാം സാംസങ്ങും LG യും വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ അല്ലെങ്കിൽ മിറ്റ്സുബിഷി, അലക്ക ഹാരിയർ, ഇങ്ങനെ നിരവധി കമ്പനികളുടെ AC-കൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അവരൊക്കെ നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ബ്രാൻഡഡ് ഉള്ള കമ്പനികൾ ഇപ്പോൾ വില കൂടുതലായിരിക്കും അവരുടെ, കാരണം അവരുടെ ബ്രാൻഡിനും അവരുടെ ആഫ്റ്റർ സെയിലിനുമാണ് ഇത് കൊടുക്കുന്നത്, വില കൊടുക്കുന്നത്. അപ്പോൾ അവർ നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് തരും. ആഫ്റ്റർ സെയിൽ സർവീസും വാറണ്ടിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ കപ്പാസിറ്റി തീരുമാനിക്കുന്നത്, ഇൻസ്റ്റലേഷൻ ചാർജും ശ്രദ്ധിക്കുക, ചോദിച്ച് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു സ്പ്ലിറ്റ് AC വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ സ്പ്ലിറ്റ് ACയുടെ ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു പല ടൈപ്പ് AC-യുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. പല ടൈപ്പ് പറഞ്ഞപ്പോൾ നോൺ ഡക്റ്റബിൾ സ്പ്ലിറ്റ് AC ആണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇത് വാളിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് സ്പ്ലിറ്റ് AC ഉണ്ട്, അതുകൂടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് സ്ലിം ലൈൻ ടവർ AC ആണ് ഇതിന്റെ പേര്. അപ്പോൾ സ്പ്ലിറ്റ് AC തന്നെ സ്പ്ലിറ്റ് ACയിൽ നിന്ന് മറ്റൊരു ടൈപ്പാണിത്. ഇത് ഫ്ലോർ മൗണ്ടഡ് ആണ്. അതായത് ടവർ AC അല്ലെങ്കിൽ സ്പ്ലിറ്റ് AC എന്ന് പറഞ്ഞാൽ ഫ്ലോർ മൗണ്ടഡ് ആണ്. ഫ്ലോർ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിലത്ത് വെക്കുന്നതാണ്. വാളൊന്നും ഇത് പിടിപ്പിക്കാൻ പോകുന്നത്, ഇതിന്റെ ഇൻസ്റ്റലേഷൻ വലിയൊരു പ്രശ്നമുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഫ്ലോർ മൗണ്ടഡ് ആണ്. ഇത് നമുക്ക് മുറിയുടെ ഏത് ഭാഗത്തും വെക്കാം. അതുപോലെ ഇത് കുറച്ച് കപ്പാസിറ്റി കൂടിയതാണ്, സ്പ്ലിറ്റ് ACയെക്കാളും കപ്പാസിറ്റി കൂടിയതാണ്. നമ്മൾ ഈ ഫ്ലോറിൽ വെക്കുമ്പോൾ ഇതിന്റെ ഇൻഡോർ യൂണിറ്റ് ആണ് നമ്മൾ ഫ്ലോറിൽ വെക്കുന്നത്. ഇതിന് ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്. ആ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മുടെ സ്പ്ലിറ്റ് AC നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പുറത്ത്, ഭിത്തിയുടെ പുറത്ത് നമ്മൾ പൈപ്പ് ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്ത്, അതായത് കോപ്പർ പൈപ്പുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നമ്മൾ ഇത് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതൊരു സ്പ്ലിറ്റ് AC തന്നെ, ഇൻഡോർ യൂണിറ്റ് ഉണ്ട്, ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്. പക്ഷെ ഇൻഡോർ യൂണിറ്റ് നമ്മൾ ഫ്ലോറിലാണ് വെക്കുന്നത്. അത്രയും ഉള്ളൂ ഇതിനകത്തെ ഡിഫറൻസ്. പിന്നെ ഇതിന്റെ ഹൈ കപ്പാസിറ്റി ആണ്. ഇതിന്റെ കപ്പാസിറ്റി ഹൈ ആണ്, ഹൈ കപ്പാസിറ്റി സിസ്റ്റമാണ്. ഇത് വലിയ റൂമുകൾ, വീടുകളിലും ഓഫീസുകളിലുമുള്ള വലിയ റൂം ഹാളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ ഷോറൂമുകൾ ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാം. അവിടെ ഈ ഷോറൂമുകൾ ഇതുപോലത്തെ ടവർ AC ആയിരിക്കും വെച്ചിരിക്കുന്നത്. ആ ഒരു ടവർ AC കൊണ്ട് ഒരു ഷോറൂമിന്റെ വലിയ വണ്ടി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഹാളൊക്കെ സിമ്പിളായിട്ട് കൂൾ ചെയ്യാൻ നമുക്ക് സാധിക്കും.
അപ്പോൾ ഈ ടവർ എ സി അല്ലെങ്കിൽ സ്ലിം ലൈൻ എ സി എന്ന് പറയുന്ന ഫ്ലോർ മൗണ്ടഡ് സ്പ്ലിറ്റ് എ സി തന്നെ അതിന് ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും ഉണ്ട്. പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പഠിച്ച വാള സ്പ്ലിറ്റ് എ സിയുടെ സെയിം ആണ്, നോ ഡിഫറൻസ്. ഇതിന്റെ ഇൻഡോർ യൂണിറ്റിലും അതേപോലെ തന്നെ ഇവാപറേറ്റർ കോയിലും ബ്ലവറും കാപ്പിലറി ട്യൂബും ഫിൽറ്ററും ഫ്രണ്ടിലെ ഗ്രില്ല് അതായത് ലോവേഴ്സും എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ വലിയ യൂണിറ്റ് ആയിരിക്കും. നിങ്ങളുടെ ചിത്രത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് കുറച്ചും കൂടെ വലിയ യൂണിറ്റ് ഇൻഡോർ യൂണിറ്റ് ആയിരിക്കും. ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സാധാ സ്പ്ലിറ്റ് എ സിയെക്കാൾ അതായത് വാൾ സ്പ്ലിറ്റ് എ സിയെക്കാൾ അതുകൂടെ വലിയ ഔട്ട്ഡോർ യൂണിറ്റ് മതി. അപ്പോൾ ഒരു വ്യത്യാസവും പ്രവർത്തനത്തിലോ പാർട്സിലോ ഇല്ല. പക്ഷെ ഇത് പിടിപ്പിക്കുന്നത് ഫ്ലോറിലാണ്, ഫ്ലോറിൽ വെക്കുവാണ് ചെയ്യുന്നത്. നമുക്ക് ഒരിടത്തുനിന്ന് എടുത്ത് മറ്റൊരിടത്തേക്ക് അനായാസമുണ്ട്. ഇത് പോർട്ടബിൾ ആണ്. അങ്ങനെ ഒരു ഒരിടത്തു നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറ്റി നമുക്ക് യൂസ് ചെയ്യാം. വലിയ ഹാളുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഇവിടെയൊക്കെ പെർമനന്റ് എയർ കണ്ടീഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ വേണമെങ്കിൽ ഈ ടവർ എ സി കൊണ്ട് വെച്ചാൽ മതി. നിങ്ങൾ പല ഫംഗ്ഷൻസിലും കണ്ടിട്ടുണ്ടാവും. ഷോറൂമുകളിലൊക്കെ മിക്ക ഷോറൂമുകളിലും ടവർ എ സി ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടവർ എ സി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായി ബന്ധപ്പെടുക, അവരത് പരിഹരിച്ചു തരും. അവർ സജ്ജരായിരിക്കുകയാണ്. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് വീട്ടിൽ കോവിഡിനെ അകറ്റി നിർത്തി സുരക്ഷിതരായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.